ഓൾ. ഈ അവസാന വീക്കിൽ റിവൈസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഇക്വേഷൻസ്, പോർഷൻസ് ആണ് ഇവിടെ പറയുന്നത്. 10 മാർക്കാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന പോർഷനിൽ നിന്നുള്ളത്. ഫിസിക്കലുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ടഫ് ഉണ്ടാകും. നിങ്ങൾ ആദ്യ റൗണ്ടിൽ ചെയ്യുമ്പോൾ ഈ 2-3 ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. ആ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവസാനം ടൈം കിട്ടുമ്പോൾ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ടൈം അതിൽ കുറേ വേസ്റ്റ് ആവും. പരിചയമില്ലാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ അത് സ്കിപ്പ് ചെയ്യുക, ലാസ്റ്റ് വന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് PYQs ആണ്. ഇതുവരെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ PYQ ഒരു 5 വീഡിയോ ആയിട്ട് ഒരു വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻ വീതം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. PYQs പ്രാക്ടീസ് ചെയ്യാത്തവർ അത് എന്തായാലും പ്രാക്ടീസ് ചെയ്യുക. ഈ PYQs കിട്ടാത്തതോ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊരു 3 തവണ അപ്പോൾ തന്നെ ചെയ്ത് പ്രാക്ടീസ് ആക്കിയാലേ നമുക്ക് ഈ എക്സാമിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവരും PYQs പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് നേരെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസിലേക്ക് പോകാം. കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നത്. ക്ലാസ് എടുക്കുന്ന പോലെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് സമയത്തിൻ്റെ പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ റിവിഷനായിട്ട് കാണുക, ഇക്വേഷൻസ് നോട്ട് ചെയ്യുക. ഈ പറയുന്ന കോൺസെപ്റ്റിൽ ഏതെങ്കിലും നിങ്ങൾ പഠിക്കാത്തതായിട്ടുണ്ടെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ടോപ്പിക്ക് ഫുള്ള് പഠിക്കാൻ നിൽക്കരുത്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ടോപ്പിക്ക് ക്ലോക്കാണ്. ക്ലോക്കിൻ്റെ ആംഗിളിനെ പറ്റി പറയുകയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ, അതായത് ആ പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും. അതിനെ തന്നെ നമ്മൾ 12 ഭാഗമായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 1 മുതൽ 11 വരെ എഴുതി, 12 വരെ എഴുതി, 12 ഭാഗങ്ങൾ. ഓരോ ഭാഗം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയുണ്ട്. ഓരോ ഭാഗവും 30 ഡിഗ്രി വരുന്നു. 1 മിനിറ്റ്, അതായത് 12ൽ നിന്ന് ഇവിടെ 12 1 6 ഡിഗ്രി മൂവ് ചെയ്യുന്നു. ഇവിടം വരെ 30 ഡിഗ്രി. 1 മിനിറ്റ് മൂവ് ചെയ്യാൻ 6 ഡിഗ്രി മൂവ് ചെയ്യുന്നു. ഡിവിഷൻസ് നോക്കുകയാണെങ്കിൽ 12നും 1നും ഇടയിൽ 1 ഡിവിഷൻ, 1നും 2നും 2 ഡിവിഷൻ, 2നും 3നും ഇടയിൽ 3ാമത്തെ ഡിവിഷൻ. അപ്പോൾ 90 ഡിഗ്രി മട്ടകോണായി. ഇതേപോലെ 12 ഡിവിഷനുകളുണ്ട്. 12 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ആംഗിൾ ബിറ്റ്വീൻ. ഒരു സമയം തന്നിട്ടുണ്ടാവും, എന്നിട്ട് അതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ ചോദിക്കുക. 60 H × -11m/2. ഒരു മോഡറേറ്റ് സൈനുണ്ട്. അതായത് വ്യത്യാസം കണ്ടാൽ മതി, സൈൻ നോക്കണ്ട. അതാണ് ഈ സിമ്പലിൻ്റെ അർത്ഥം. ബേസിക്കലി നിങ്ങളിത് ചെയ്യുക, മൈനസ് ഇല്ലാതെ ചെയ്യുക എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആംഗിൾ കണ്ടില്ലേ, ആംഗിൾ ബിറ്റ്വീൻ ക്ലോക്ക് 120 ഇവിടെ. പക്ഷേ വേറെ ഒരു ആംഗിൾ, അതായത് അതിൻ്റെ പുറകിലൊരു 240 കൂടെ കിടപ്പുണ്ട്. ആ ആംഗിളും വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഇക്വേഷൻ 60H - 11m/2 ചെയ്യുമ്പോൾ 10 ആണെങ്കിൽ 10 അവറും മിനിറ്റിൻ്റെ സ്ഥാനത്ത് m ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചെയ്ത് വരുമ്പോൾ ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൽ 2 വേണമെങ്കിലും ആകാം. ഓപ്ഷനിൽ നോക്കുക, ഇതിലേതാണോ ഉള്ളത് അത് ചെയ്യുക. ഇൻ കേസ് 240 കിട്ടിയെന്ന് വിചാരിക്കുക, അത് ഓപ്ഷനിലില്ലെങ്കിൽ നമുക്ക് 120 അതങ്ങനെ കണ്ടുപിടിക്കും. 360 നിന്ന് കിട്ടുന്ന ആംഗിൾ, അതായത് നമുക്ക് കിട്ടുന്ന
ഈ ആംഗിൾ കുറച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിലുള്ളത് കിട്ടും. അപ്പോൾ ഓപ്ഷൻ നോക്കി ചെയ്യുക. ആദ്യം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ആൻസറിലോട്ട് എത്തുക. അത് ഓപ്ഷനിലുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 360 നിന്ന് കുറച്ച് നോക്കുക. എന്തായാലും ആ ഓപ്ഷൻ അവിടെ ഉണ്ടാകും. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് വാട്ടർ ഇമേജ് ആൻഡ് മിറർ ഇമേജ്. മിറർ ഇമേജ് കാണാനായിട്ട് ഒരു സമയം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ സമയത്ത് 23:60 നിന്ന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കുറച്ചാൽ നമുക്ക് മിറർ ഇമേജ് കിട്ടും. അതേപോലെ തന്നെ വാട്ടർ ഇമേജ് ആണെങ്കിൽ 18:30 നിന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സമയം കുറച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഇമേജ് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ആംഗിളിൻ്റെ ഇക്വേഷൻ എന്തായാലും ഓർത്ത് വെക്കുക. വാട്ടർ ഇമേജും മിറർ ഇമേജും ഈ വർഷം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലോക്കിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ടാവും. എക്സാമ്പിൾ, റേഡിയസ് ഒരു 7 സെൻറ്റിമീറ്റർ. ക്ലോക്കിൻ്റെ സൂചിയുടെ റേഡിയസ് തന്നിട്ടുണ്ടാവും 7 എന്ന് വിചാരിക്കുക. അത് ഒരു സമയം തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിയെന്ന് വിചാരിക്കുക. ഒരു സമയം തരുമ്പോൾ ഒരു സമയത്തിൽ നിന്ന് മറ്റൊരു സമയത്തിലേക്ക്, ഇപ്പോൾ 1 മണിയിൽ 5 എന്ന് പറയുന്ന ഈ പൊസിഷനിൽ നിന്ന് ഇപ്പോൾ 4 എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ഏരിയ ചോദിക്കും. ഈ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. ഈ റേഡിയസ് ഉണ്ടല്ലോ 6 നമുക്ക് ക്വസ്റ്റ്യനിലുണ്ടാവും. ആ 6 വെച്ചിട്ട് നമുക്ക് ഈ വൃത്തത്തിൻ്റെ ഫുൾ ഏരിയ കണ്ടുപിടിക്കാം. πr². ആ πr² ഒരു ഭാഗമാണല്ലോ ഇത്. ആ ഭാഗം എത്രയെന്ന് കാണാനായിട്ട് ഈ ആംഗിൾ, ഇതിൻ്റെ ഉള്ളിലെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് ആ ആംഗിൾ ഡിവൈഡഡ് ബൈ ഈ ചെറിയ സെക്ടറിനുള്ളിൽ ആംഗിൾ കണ്ടുപിടിച്ച് 360 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയ കിട്ടും. ഏരിയ മീൻസ് ആ സൂചി എന്തോരം മൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഏരിയ കിട്ടും. അതും ഈ വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. വൃത്തത്തിൻ്റെ ഫുൾ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന് നടുവിൽ എത്ര ആംഗിളാണോ ഫോം ചെയ്യുന്നത് അതിനെ 360 കൊണ്ട് ഹരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ നിന്ന് സിമ്പിൾ ടോപ്പിക്കാണ്. സാധാരണ ടോട്ടൽ ക്യൂവിലെ ആൾക്കാരുടെ എണ്ണമാണ്. ടോട്ടൽ ക്യൂവിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് ഉള്ള പൊസിഷൻ, ഫ്രണ്ടിൽ നിന്ന് എത്രാമത് നിൽക്കുന്നു, പ്ലസ് ബാക്കിൽ നിന്നുള്ള പൊസിഷൻ -1 ഇതാണ് ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ബേസിക്കലി ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഇതിൽ 3 ഡാറ്റ എപ്പോഴും 3 പോർഷൻസ് ഉണ്ടായാൽ 2 തന്നിട്ടുണ്ടാവും. മൂന്നാമത്തത് കണ്ടുപിടിക്കാനായിരിക്കും. വായിച്ച് നോക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. എപ്പോഴും ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ലൈൻ വരച്ചിട്ട് പൊസിഷൻ മാർക്ക് ചെയ്ത ഫ്രണ്ടിൽ നിന്നൊരു പൊസിഷൻ, ബാക്കിൽ നിന്നൊരു പൊസിഷൻ, ടോട്ടൽ കണ്ടുപിടിക്കുക. ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്നത് ഫ്രണ്ടിലെ പൊസിഷൻ തരും, ബാക്കിൽ നിന്നുള്ള പൊസിഷനും തരും. എന്നിട്ട് ടോട്ടലും തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവരുടെ ഇടയിൽ എത്ര പേരുണ്ടെന്ന് ചോദിക്കും. അതും ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ടോട്ടൽ 10 പേരാണ്. ഇവൻ 7ാമതും പുറകിൽ നിന്ന് നോക്കുമ്പോൾ 6ാമതും എന്ന് വിചാരിക്കുക. എങ്കിൽ 7ഉം 6ഉം കൂട്ടുമ്പോൾ 10ന് മുകളിൽ പോകുന്നുണ്ട്, 13 പോകുന്നുണ്ട്. അതിനർത്ഥം ഇതല്ല ഇമേജ് എന്ന് പറയുന്നത് ക്രോസ് ആയിട്ടുള്ള ഇമേജാണ്. അതായത്
ഏഴാമത്, ആറാമത്, എന്നിട്ട് ഇവർക്കിടയിലുള്ളതാണ്. അത് മാത്രം ജസ്റ്റ് നോക്കുക. 7ഉം 6ഉം തന്നിരിക്കുന്ന 2 പൊസിഷനും കൂട്ടുമ്പോൾ ടോട്ടലിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുക. അതെങ്ങനത്തെ കേസുകളിലാണ്? നോർമൽ ക്യൂവിലെ ക്വസ്റ്റ്യൻസ് അല്ല, അവർക്കിടയിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മാത്രം. ക്വസ്റ്റ്യൻസ് PYQസിലുണ്ട്, എല്ലാം PYQസിലുള്ള ക്വസ്റ്റ്യൻസാണ്. പറ്റുന്നവർ ചെയ്തു നോക്കുക. വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് സ്വയം തന്നെ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. SI ആൻഡ് CI സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ബേസിക് ഇക്വേഷനാണ്. ഇത് വെച്ച് തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PRT/100. ഇവിടെ I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്, P മുതലാണ്, R എന്ന് പറയുന്നത് റേറ്റ്, നിരക്ക്, T എന്ന് പറയുന്നത് ടൈമാണ്, എത്ര വർഷമാണെന്നാണ്. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയാണ്. സാധാരണ ഇത് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരാറില്ല. സ്റ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് പല മെത്തേഡുകളുണ്ട്. തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ സ്വിച്ച് ചെയ്ത് ചെയ്യണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അധികം ചോദിക്കാറില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. മെയിനായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റാണ് ചോദിക്കാറുള്ളത്. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം 2 വർഷത്തേക്കാണെങ്കിൽ PR²/100 മറക്കരുത്. PR/100 ഹോൾ സ്ക്വയർ, R/100നാണ് ഹോൾ സ്ക്വയർ. മറക്കാതെ ഓർത്ത് വെക്കുക, തെറ്റിക്കരുത്. അതേപോലെ തന്നെ 3 വർഷത്തെ വ്യത്യാസമാണെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെ അടിയിലോട്ട് എഴുതുക. എന്താ വ്യത്യാസം? ഈ R/100 ഒന്നും കൂടി എഴുതിയിട്ട് അതിൻ്റെ ഒപ്പം ഒരു 3, എന്നിട്ട് അത് ബ്രാക്കറ്റിലിട്ട് ഗുണിക്കുക. PR/100 ഹോൾ സ്ക്വയർ ഇൻറ്റു R/100 + 3. ഇക്വേഷൻസ് കാണാതെ ഓർത്ത് എഴുതാൻ നോക്കുക ഇടയ്ക്കിരുന്ന്. അപ്പോഴേ തെറ്റുമ്പോൾ എന്തായാലും തെറ്റാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. അത് കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് എഴുതി തന്നെ നോക്കുക, മൈൻഡിൽ പറയുന്നതിന് പകരം. പിന്നെ SIയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏഴ് വർഷം കൊണ്ട് എമൗണ്ട് ഡബിളായി എങ്കിൽ 4 ടൈംസ് 4 മടങ്ങാകാൻ എത്ര സമയമെടുക്കുന്നു? ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നിരിക്കുന്ന 7 എടുത്തെഴുതുക, കണ്ടുപിടിക്കുന്ന ടൈം എടുത്തെഴുതുക, എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ഡബിൾ സിന്നല്ലേ, ഡബിൾ എന്ന് വെച്ചാൽ 2 മടങ്ങായതുകൊണ്ട് 2 - 1 എന്ന് എഴുതണം. അടിയിൽ 4 തവണ 4 മടങ്ങാകാൻ എത്ര വർഷം എന്നാണ്. അപ്പോൾ 4 - 1 എന്ന് എഴുതണം. അപ്പോൾ 1/3 വരും. ഇതിൽ നിന്ന് T കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ T = 21 എന്ന് വരും. ഇങ്ങനത്തെ മോഡൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വർഷങ്ങൾ ഡയറക്റ്റ് എടുത്തെഴുതുക. T അറിയില്ല, 7 അറിയാം. പിന്നെ ഡബിൾ ആകാനാണെങ്കിൽ 2ൽ നിന്ന് 1, 4 തവണയാകാനാണെങ്കിൽ 4ൽ നിന്ന് 1 കുറച്ചിട്ട് റേഷ്യോ ആയിട്ട് എഴുതുക. അതേപോലെ തന്നെ CA വരും. CA ആണെങ്കിൽ എങ്ങനെ വരും? ക്വസ്റ്റ്യനിൽ 2 മടങ്ങ് ആകാനായിട്ട് 2x ആകാനായിട്ട് 6 വർഷമെടുക്കുന്നു എങ്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷമെടുക്കുന്നതാണ് ചോദ്യം. ഇതും ഈസിയാണ്. നേരെ ഇങ്ങനെ എടുത്തെഴുതിയാൽ മതി. അതായത് 2 മടങ്ങ് 8 മടങ്ങ് എന്ന് എഴുതാം. 2 മടങ്ങാകാൻ 6 വർഷമെങ്കിൽ എന്താ, ഇവിടെയും റേഷ്യോ എഴുതാം. ഈ 8ൽ നിന്ന് 1 കുറക്കുക, 8 - 1. അടിയിലെ 2ൽ നിന്ന് 1 കുറക്കുക, ഇൻറ്റു ഈ 6 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7/1 ഇൻറ്റു 6, 42 വർഷം കൊണ്ട് 8 മടങ്ങാകും. ഇതേ മെത്തേഡിൽ ചെയ്യുക, വേറെ കാൽക്കുലേഷനൊന്നും വേണ്ട. ഇതാണ് ട്രിക്ക്. ജസ്റ്റ് ഓർത്ത് വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും SI കൂടുതൽ ചാൻസ് ഉണ്ട്.
CAM ഓർത്ത് വെക്കുക, കൺഫ്യൂഷൻ ഇല്ലാതെ ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് കലണ്ടർ. കലണ്ടറിൽ നോർമൽ ഇയറുമുണ്ട്, ലീപ്പ് ഇയറുമുണ്ട്. നോർമൽ ഇയറിൽ 365 ദിനങ്ങൾ, ലീപ്പ് ഇയർ വരുമ്പോൾ ഒരു ദിവസം ഫെബ്രുവരി 29 ആടായി 366 ദിവസങ്ങളാകുന്നു. നോർമൽ ഇയറിൽ ജനുവരി 1 തന്നെ ആയിരിക്കും ഡിസംബർ 31, അതായത് ജനുവരി 1 മൺഡേ ആണെങ്കിൽ, തിങ്കളാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 തിങ്കളാഴ്ചയായിരിക്കും. ലീപ്പ് ഇയർ ആണെങ്കിൽ ഒരു ദിവസം കൂടുതലുണ്ടല്ലോ, ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. അതുള്ളത് കൊണ്ട് ആ ഒരു ദിവസം കൂടുതൽ എഴുതണം. ജനുവരി 1 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 അതിൽ നിന്ന് 1 കൂട്ടി ചൊവ്വാഴ്ചയാണെന്ന് എഴുതണം. അതേപോലെ തന്നെ ലീപ്പ് ഇയറിലെയോ നോർമൽ ഇയറിലെയോ മാസങ്ങൾ സെയിം ആകുന്നത്, ഏപ്രിലും ജൂലൈയും ഒരേ മാസങ്ങളായിരിക്കും, ഒരേ ഓർഡറിലായിരിക്കും. മാർച്ചും നവംബറും പിന്നെ സെപ്റ്റംബറും ഡിസംബറും. ലീപ്പ് ഇയർ ആകുമ്പോൾ ഇതിൽ ഫെബ്രുവരി കൂടെ, മാർച്ച് പ്ലസ് നവംബർ പ്ലസ് ഫെബ്രുവരി കൂടെ വരും ലീപ്പ് ഇയർ ആണെങ്കിൽ. ലീപ്പ് ഇയറിൽ ഓർഡിനറി ഇയറിൽ ഒന്നുകൂടി വരുന്നുണ്ട്, അതായത് നോർമൽ ഇയറിൽ ജനുവരിയെ പറ്റി പറഞ്ഞിട്ടില്ല. ജനുവരിയും ഒക്ടോബറും സെയിം ആയിരിക്കും. അടുത്തത് കലണ്ടർ റിപ്പീറ്റ് ആവുന്ന വർഷമാണ്. അത് ഈ വർഷം ചോദിച്ചിട്ടുള്ളതാണ്. കലണ്ടർ എന്ന് റിപ്പീറ്റ് ആകും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഒരു വർഷം തന്നിട്ടുണ്ടാവും. എക്സാമ്പിൾ 2026. ഇതിന് 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ നോക്കുക. ഇവിടെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്നത്. ഇത് എക്സാമ്പിളാണ്. ശിഷ്ടം റിമൈൻഡർ അങ്ങനെ 2 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെടുക്കണം. റിമൈൻഡർ 2 or 3 വരുമ്പോൾ ഉള്ളത്, അതായത് 11 കൂട്ടണം. 2026 പ്ലസ് 11 കൂട്ടിയാൽ 37. 2037 അതേ കലണ്ടർ നമുക്ക് ഉപയോഗിക്കാം. കലണ്ടർ റിപ്പീറ്റ്സ്. സെയിം ദിവസങ്ങളും മാസങ്ങളുടെ ഡിജിറ്റൊക്കെ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കണം, ഹരിച്ച് നോക്കുക. റിമൈൻഡർ 1 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോട് 6 കൂട്ടുക. 2 or 3 വന്നാൽ പ്ലസ് 11 കൂട്ടുക. 0 വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും എന്നാണ്. എങ്കിൽ പ്ലസ് 28 കൂട്ടുക. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആ പ്ലസ് 28 കൂട്ടുമ്പോൾ കിട്ടുന്നത് ലീപ്പ് ഇയർ അല്ലെങ്കിൽ ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എന്നിട്ട് അത് ലീപ്പ് ഇയർ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം പ്ലസ് 40 കൂട്ടുക. 28 കൂട്ടി സംഖ്യ ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ പ്ലസ് 40 കൂട്ടുക. കാരണം ഇതൊക്കെ എക്സെപ്ഷൻ കേസാണ്. നോക്കുക, ഓർത്ത് വെക്കുക. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്, കലണ്ടറിലെ ഏതെങ്കിലും ഒരു ദിവസം തന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള, അത് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു യൂണിവേഴ്സൽ ഫോർമുല ഇതാണ്. അതിൻ്റെ ഷോർട്ട് ട്രിക്ക്. അതായത് സൺഡേ, ഞായറിൽ തുടങ്ങി സാറ്റർഡേയിൽ അവസാനിക്കുന്നത് 0, 1, 2, 3, 4, 5, 6 കോഡ് ചെയ്യുന്നു. അതിന് ശേഷം മാസത്തിനുള്ള കോഡ് 033614625035. ഇത് ഓർത്ത് വെക്കുക. പിന്നെ ഇത് 2000-ന് 6 1900-ലെ വർഷമാണെങ്കിൽ 0 എന്നും, 800-കളാണെങ്കിൽ 2 എന്നും, 700-കളാണെങ്കിൽ 4 എന്നും കോഡ് ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇന്നത്തെ ഡേറ്റ് തന്നെ എടുക്കാം. 2026 ജൂൺ 16. ഇതിൽ നിന്ന് ഡേ കണ്ടുപിടിക്കാനായിട്ട് ഒരു 5 സാധനങ്ങൾ നമ്മൾ കൂട്ടണം. 1 2 3 4 5. ഇത് കൂട്ടിയിട്ടുള്ള തുക കണ്ടുപിടിക്കണം. ആദ്യത്തേത് ഈ 16 ആണ്. 16 എഴുതി.
പിന്നെ ഇത് വർഷത്തിൻ്റെ അവസാനത്തെ രണ്ടക്കം 26 എഴുതി. പിന്നെയുള്ളത് മാസത്തിൻ്റെ കൂടെ ജൂൺ മാസമായതുകൊണ്ട് ജൂൺ ഇതാണ് 04 4 എഴുതി. നാലാമത്തേത് ഇയറാണ് 2000, അപ്പോൾ ഇതെടുത്ത് എഴുതുന്നു 606. അഞ്ചാമത്തേതെന്ന് പറയുന്നത് ഈ 2026 26-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 6 തവണ 24 ശിഷ്ടം 2. ശിഷ്ടം നമുക്ക് വേണ്ട, ഹരണഫലം മാത്രം എടുത്തെഴുതുക. എല്ലാം കൂടി കൂട്ടുമ്പോൾ 16 58 വരുന്നു. ഈ 58-ൻ്റെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 ആണ്. 2 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. എങ്കിൽ നമ്മുടെ ഇതിലുള്ള കോഡായ 2 പോയി എടുക്കാം. ട്യൂസ്ഡേ ചൊവ്വാഴ്ച എന്ന് വരും. ഈ മെത്തേഡ് പലതവണ പ്രാക്ടീസ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഈ കോഡെല്ലാം എക്സാം ഹോളിൽ മറന്നു പോകും. ഇത് മസ്റ്റല്ല, അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഏത് ദിവസവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് പ്രൈം നമ്പേഴ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100-ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സാണിത്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. മൈൻഡിൽ എക്സാമിന് ഈ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് പറയാനുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. വേറൊരു ക്വസ്റ്റ്യൻ ഈ വർഷം ചോദിച്ചത് 1-നും 100-നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നാണ്. 25 ഡയറക്റ്റ് ചോദ്യമായിട്ട് തന്നെ ചോദിച്ചിരുന്നു. ഇതറിയാമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹോളിലിരുന്ന് എണ്ണി എഴുതിയെടുക്കേണ്ടി വരും. അതേപോലെ തന്നെ 1-നും 25-നും ഇടയിൽ 9-ഉം 1-നും 50-നും ഇടയിൽ 15-ഉം പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഇതാണ് എക്സാമിന് ചോദിച്ചത്. അത് ഈ വർഷം ചോദിച്ചതാണ്. പിന്നെ ഈ പ്രൈം നമ്പേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് സീരീസിലായാലും പ്രൈം നമ്പേഴ്സ് വരുമ്പോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ എക്സ്പോണൻസിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ 5 റൂൾസ് തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ബേസിക് റൂൾസാണ്. ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. ഇതായിരിക്കില്ല ചോദിക്കുക, ഇത്ര സിമ്പിളായിട്ട് ചോദിക്കില്ല. 1-2 ടേംസൊക്കെ കൂടെ ഉണ്ടാവും അതിൻ്റെ ഒപ്പം സിംപ്ലിഫിക്കേഷനിൽ വരാം. അപ്പോൾ ഇതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എക്സാമ്പിൾസ് സൈഡിൽ തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കുക. എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതായത് അടിയിൽ ബേസ് സെയിം ആണെങ്കിൽ പവർ തമ്മിൽ കൂട്ടി എഴുതിയിരിക്കുന്നു. 3ഉം 5ഉം കൂട്ടി. ഇതും ഹരണമാണ്. ഹരിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ബേസ് സെയിം ആണ്, പവർ തമ്മിൽ കുറച്ചെഴുതിയിരിക്കുന്നു. ഇത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് ഈസിയാണ്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3⁻² എന്ന് പറയുന്നത് 3 ഇങ്ങനെ എഴുതാം, 1/3² എന്ന് എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ്. 1/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂബ് റൂട്ടാണ്. അതൊക്കെ ഓർത്ത് വെക്കുക. സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇത് 2. അടുത്തത് എയുടെ പവർ 1 വന്നാൽ a⁻0 എന്ന് പറയുന്നത് 1 ആയിരിക്കും എപ്പോഴും. ഇതാണ് പറഞ്ഞല്ലോ. തലയിൽ -1 ആണെങ്കിൽ നമുക്ക് 1/, എന്ന് എഴുതിയാൽ അത് പോസിറ്റീവ് ആകും. ക്വസ്റ്റ്യനിലടക്കം ചെയ്യേണ്ടി വരും, ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ എയുടെ പവർ n വന്നിട്ടുണ്ടെങ്കിൽ 1/2 ആണ് പവറിലെങ്കിൽ സ്ക്വയർ റൂട്ട്, 1/3 ആണെങ്കിൽ ക്യൂബ് റൂട്ട്, ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു തവണ മീഡിയൻ മോഡിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. മീൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആവറേജ് ആണ്. തന്നിരിക്കുന്ന സംഖ്യകളുടെ ആവറേജ് കണ്ടാൽ മീൻ കിട്ടും. അപ്പോൾ ജസ്റ്റ് ആവറേജ് എന്ന് ഓർത്ത് നോക്കുക. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. മീഡിയൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മീഡിയൻ ഒരു തവണ ചോദിച്ചു,
ഒരു സെറ്റ് ഓഫ് സംഖ്യകൾ തന്നിട്ടുണ്ടാവും. ആ സംഖ്യകളെ ക്രമപ്പെടുത്തി എഴുതുക. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. ഇത് സ്റ്റാൻഡേർഡായിട്ട് ആരോഹണ ക്രമത്തിൽ എഴുതിയിട്ട് അതിൻ്റെ നടുക്ക് വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. ഈ എക്സാമ്പിൾ ഇവിടെ 3 ഇവിടെ പിന്നെ അപ്പോൾ നടുക്ക് 90 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഒന്നിന് നമുക്ക് നടുക്കായിട്ട് കിട്ടി. ഇനി ഇരട്ട സംഖ്യകൾ 2, 3, 4, 5 എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ നടുക്ക് ഏത് വരും? ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ നടുക്കത്തെ 2 സംഖ്യകളുടെ ആവറേജ് 7/2 എന്ന് എടുക്കുക. നടുക്കലത്തെ മീഡിയൻ നമ്പർ മിഡിലിൽ വരുന്ന സംഖ്യയാണ് മീഡിയൻ. ഓർത്ത് വെക്കുക, തെറ്റിക്കരുത്. മോഡ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ, ഓഫൺ റിപ്പീറ്റ് ചെയ്ത വാല്യൂ ആണ്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 9 3 തവണയുണ്ട്. അപ്പോൾ മോഡ് 9 ആണ്. ഏറ്റവും കൂടുതലുള്ള ആളായിരിക്കും മോഡ്. മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ, മീൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആവറേജ് കാണുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CPO എക്സാമിന് പലതവണ AP എന്ന് ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകില്ല. ബേസിക് ഇക്വേഷൻസ് അറിഞ്ഞു വെക്കുക. n-ാം പദം കാണാനായിട്ട് a+n-1 × d ആണ്. സം കാണാനായിട്ട് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. n/8 ആദ്യ പദം ഇൻറ്റു അവസാന പദം. ഇത് n കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. ആദ്യ പദത്തിൽ നിന്ന് അവസാന പദം കുറച്ച് പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചിട്ട് 1 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് n കിട്ടും. ഇത് 3 ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ്. എന്തായാലും പഠിച്ചു വെക്കുക. AP പറ്റുകയാണെങ്കിൽ AP പ്രോബ്ലംസ് 1-2 തവണ പ്രാക്ടീസ് ചെയ്യുക. എന്നാലേ നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആകുള്ളൂ. എക്സാം ഹോളിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് സ്ലോ ആകും. AP ക്വസ്റ്റ്യൻസ് മുന്നിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ 1-2 തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീഡ് കൂടും. നമുക്ക് കുറച്ച് ക്ലാരിറ്റി ആയിട്ട് എക്സാം ഹോളിലിരുന്ന് ചെയ്യാൻ പറ്റും. പിന്നെ AP ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ അറിയെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് 10ാമത്തെ പദം എന്ന് പറയുന്നത് 20ഉം 20ാമത്തെ പദം എന്ന് പറയുന്നത് 10ഉമാണെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിരിക്കും. 20ാമത്തെ പദം അതായത് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രോസ് ചെയ്യും. ഇത് നോക്കിയാൽ സെയിം ആയിരിക്കും. 10ാമത്തെ പദം 20ഉം 20ാമത്തെ പദം 10ഉമാണെങ്കിൽ എന്നും പറഞ്ഞിട്ട് 3 കണ്ടീഷൻസ് ഉണ്ട്. എപ്പോഴും പൊതുവ്യത്യാസം D എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഫസ്റ്റ് ടൈം ആദ്യ പദം കാണാനായിട്ട് 2 കൂടിയും കൂട്ടി, അതായത് 20ഉം 10ഉം കൂട്ടി 1 കുറച്ചിട്ടുണ്ടെങ്കിൽ 29 ആയിരിക്കും ആദ്യ പദം. പിന്നെ ഉള്ളതാണ് m+nth ടൈം, അതായത് m+nth ടൈം എന്ന് പറയുമ്പോൾ 10 + 20ാമത്തെ പദം 30ാമത്തെ പദം എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 ചോദിക്കാറുണ്ട്. ഈ ഇക്വേഷൻസ്, അതായത് ഈ ഫോർമുലാസ് ട്രിക്സ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇല്ലെങ്കിൽ എക്സാം ഹോളിൽ ഇരുന്നത് കണ്ടുപിടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ കണ്ടീഷനാണെങ്കിൽ, അതായത് mth പദം എന്ന് പറയുന്നത് n-ഉം mth പദം എന്ന് പറയുന്നത് n-ഉം nth പദം എന്ന് പറയുന്നത് m-ഉം ആണെങ്കിൽ പൊതുവ്യത്യാസം -1. ഫസ്റ്റ് ടൈം കാണാൻ 2ഉം കൂട്ടി 1 കുറക്കുക. എപ്പോഴും m+nth ടൈം 0 ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. AP ടോപ്പിക്കേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ AP ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ AP നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ AP നിന്ന് ചോദിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് 6, 10, 14 എന്ന് പറയുന്ന ഒരു സീരീസ് ആണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ 20 ടേംസ് ഉണ്ടല്ലോ, അതും പിന്നീട് വരുന്ന ഒരു 20 ടേംസും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ n² d ചെയ്താൽ മതി. n എന്ന് പറയുന്നത് 20 ആണ്. d എന്ന് പറയുന്നത് എത്രയാണ്? ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിൽ കുറച്ചാൽ d കിട്ടും. 4 ചെയ്താൽ നമുക്ക് ആ തുക കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഇതും ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ വളരെ കാൽക്കുലേറ്റീവായിട്ട് പോകും, കുറേ സമയം അതിൽ പോകും. അതുകൊണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. n² × d. കുറേയധികം
AP ക്വസ്റ്റ്യൻസ് നമ്മൾ PYQs നോക്കിയാൽ കാണാൻ പറ്റും. നോക്കി ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ എക്സാം ഹോളിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും. അടുത്തത് GP ക്വസ്റ്റ്യനാണ്. GP എന്ന് പറയുമ്പോൾ എന്താ, 6 വെച്ച് മൾട്ടിപ്ലൈ. 6 എന്ന് പറയുന്നത് നേരത്തെ പൊതുവ്യത്യാസമായിരുന്നു, ഇവിടെ 6ആണ്. പൊതുവ്യത്യാസം കൂട്ടിയാണ് പോകുന്നത്, കൂട്ടിയോ കുറച്ചോ ആണ് പോകാറ്. ഇവിടെ ഇൻറ്റു ചെയ്ത് പോകുന്നു. A × R, ഇവിടെ ഒരു AR വരും. ഈ ഫോർമുല ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റ് എന്നുള്ളത്, അതായത് ഡോട്ട് ഇട്ട് പോകുന്ന ഒരു ഇതാണ്. അങ്ങനെ ഒരു സീരീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സം, അതായത് അന്ന് ചോദിച്ചത് 1 - 1/2 പ്ലസ് 1/4 പ്ലസ് മൈനസാണ് ഓൾട്ടർനേറ്റീവ്, പ്ലസ് മൈനസ് 1/8 പ്ലസ് അങ്ങനെ പോകുന്നു. ഇതിൻ്റെ സം ചോദിച്ചു. സം എന്ന് വെച്ചാൽ ഇത് GP ടേംസാണ്. സം ചോദിച്ചു, അതായത് ഇൻഫിനിറ്റ് സീരീസാണ്. ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് R എന്ന് പറയുന്നത്, കോമൺ റേഷ്യോ എന്ന് പറയുന്നത് -1/2 വരുന്നു. ആദ്യ പദം 1 വരുന്നു. അങ്ങനെയെങ്കിൽ സം കാണാൻ ചോദിച്ചാൽ ഇതാണ്, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ ഈസി ആയിട്ട് സം കിട്ടും. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കാരണം ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു, 8 കഴിഞ്ഞിട്ട് നിൽക്കുന്നില്ല, പോയിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, ചോദിച്ചാൽ ചെയ്യാം. പിന്നെ ഇൻഫിനിറ്റ് ആണെങ്കിൽ GP ആണെന്ന് ഉറപ്പിക്കാം. ഇവിടെ ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും വരും, അല്ലെങ്കിൽ പ്ലസ് ഇങ്ങനെ പോകും. രണ്ടും വരാം, ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസും വരാം. ബേസിക്കായിട്ട് ഇൻഫിനിറ്റി നോക്കുക, ഈ ഡോട്ടുകൾ ഇങ്ങനെ പോകും, ഒരിക്കലും പദങ്ങൾ അവസാനിക്കില്ല. GP അങ്ങനെ റെയറായിട്ടാണ് ചോദിക്കാറുള്ളത്. അടുത്ത മെൻസുറേഷനാണ്. ഈ ഇക്വേഷൻസ് പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സ്ക്വയർ ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് വശം ഇൻറ്റു വശം A². പെരിമീറ്റർ 4 വശം കൂടി കൂട്ടുക, A+A+A+A 4 എന്ന് വരും. പിന്നെ റെക്റ്റാങ്കിൾ നീളം ഇൻറ്റു വീതി ഏരിയ കിട്ടും. 2 × LB, 2 വശം 4 വശങ്ങളും കൂട്ടുക, 2 LB ആയിരിക്കും. പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത്. ട്രയാങ്കിൾ ½ BH, അധികം ചോദിക്കാറില്ല. സർക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. πr² 2πr. സർക്കംഫറൻസ് ചുറ്റളവ് എന്ന് പറയുന്നത്, സർക്കംഫറൻസ് 2πr. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സ്ക്വയറും റെക്റ്റാങ്കിളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്യൂബ് ആൻഡ് ക്യൂബോയിഡ്. ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും സെയിം ആയിരിക്കും, A ആണ്. അങ്ങനെയെങ്കിൽ വോളിയം എന്ന് പറയുന്നത് A³ ടോട്ടൽ സർഫസ് ഏരിയ, ഒരു സൈഡിൻ്റെ ഏരിയ A² ആണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ 6A². പിന്നെ ക്യൂബോയിഡ് ചതുരക്കട്ട എന്ന് പറയുമ്പോൾ ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ട്. വോളിയം കാണാൻ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ്. ഇത് നമുക്ക് എന്താ 2 × നീളം ഇൻറ്റു വീതി, വീതി ഇൻറ്റു ഹൈറ്റ്, ഉയരം ഇൻറ്റു ലെങ്ത്ത്. അതിനൊപ്പം രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്തു നോക്കിയാലും മതി. ഇതിൻ്റെ 2 വശം നമ്മൾ PYQ ഡിസ്കസ് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ അടിയിൽ സർക്കിളാണല്ലോ, അപ്പോൾ അതൊരു πr² വരും. ആ πr² ഈ ക്രോസ് സെക്ഷണൽ ഏരിയ, ഈ ചുറ്റുമുള്ള ഏരിയയാണ് ക്രോസ് സെക്ഷൻ ഏരിയ 2πrh. അതിൻ്റെ ഒപ്പം ആഡ് ചെയ്താൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ TSA എന്ന് പറയുമ്പോൾ അടിയിലൊരു സർക്കിളുണ്ട്, മുകളിലൊരു സർക്കിളുണ്ട്. 2πr² പ്ലസ് 2πrh ചോദിച്ചിട്ടുണ്ട്. സിലിണ്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കോൺ ഉണ്ട്. കോൺ വോളിയം നോക്കാം, 1/3 πr²h. സിലിണ്ടറിൻ്റെ വോളിയം πr²h ആണ്. അതേപോലെ തന്നെ മെൻസുറേഷനിൽ ചോദിക്കാറുള്ളതാണ്, ഉരുക്കി വേറെ രൂപമാക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നിട്ടുള്ള രൂപത്തിൻ്റെ വോളിയവും രണ്ടാമത് തന്നിട്ടുള്ള രൂപത്തിൻ്റെ വോളിയവും ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലോട്ടെത്താം. എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കി ഉത്തരത്തിലോട്ടെത്താം. പക്ഷേ എന്താ, വോളിയത്തിൻ്റെ 2 രൂപങ്ങളിലെയും വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയണം. അതുകൊണ്ട് വോളിയത്തിൻ്റെ മസ്റ്റായിട്ട് പഠിക്കുക. ഏരിയയുടെ ചോദിക്കാറുണ്ട് സർഫസ് ഏരിയ, അതും പറ്റുകയാണെങ്കിൽ പഠിച്ചു തന്നെ വെക്കുക.
എഴുതി നോക്കുക, എന്നാലേ ഓർമ്മ വരികയുള്ളൂ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് സ്പിയർ. ഇതാണ് ഏറ്റവും കൂടുതൽ വോളിയം ചോദിക്കുന്നത്. അത് വലിയ ഗോളത്തെ ഉരുക്കി ചെറിയ ഗോളമാക്കുന്നു. അങ്ങനെയെങ്കിൽ റേഡിയസ് എത്രയായി മാറും എന്നൊക്കെ ചോദിക്കാറുണ്ട്. 4/3 πr³. ഹെമിസ്ഫിയർ ആണെങ്കിൽ അത് 2/3 ആകും എന്നുള്ള വ്യത്യാസം മാത്രമുള്ളൂ. സർഫസ് ഏരിയ 4πr² ആണ്. ഇവിടെ സർഫസ് ഏരിയ 3πr² ആണ്. കണക്ട് ചെയ്ത് പഠിക്കുക. ഇത് കർവ്ഡ് 2πr² ആണ്. ഈ അടിയിലത്തെ വൃത്തത്തിൻ്റെ πr² കൂടി ചേർക്കുമ്പോഴാണ് 3πr² വരുന്നത്. ഏറ്റവും വലുത് 4πr² സ്പിയറിന്. ഹെമിസ്ഫിയർ ആയാൽ 3πr². 4/3 πr³ വോളിയം, 2/3 πr³ ഹെമിസ്ഫിയറിൻ്റെ വോളിയം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, രണ്ട് നമ്പേഴ്സും HCF അല്ലെങ്കിൽ LCM തമ്മിലുള്ള ബന്ധം. ഇവിടെ ഈ ഇക്വേഷൻ മാത്രം പറഞ്ഞാൽ മതി. ഇതിലെ 3 ഡാറ്റകൾ തന്നിട്ടുണ്ടാവും. ഫസ്റ്റ് നമ്പർ തന്നിട്ട് സെക്കൻഡ് നമ്പർ ചോദിക്കും, അതായിരിക്കും ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഈ 2 നമ്പർ തന്നിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം തന്നിട്ട് മിസ്സായത്. ഇക്വേഷൻ അറിഞ്ഞു വെക്കുക. HCM LCFൻ്റെ കമ്പൈൻഡ് ഇക്വേഷനാണ്. രണ്ടും HCFും LCMും മൾട്ടിപ്ലൈ ചെയ്താൽ സംഖ്യകളുടെ പ്രൊഡക്റ്റിന്, അതായത് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഓർത്ത് വെക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ കോഡിങ് ആൻഡ് ഡീകോഡിങ് ആണ്. ഇതെന്തായാലും മനഃപ്പാഠം വേണം. ഒരു ലെറ്റർ പറഞ്ഞാൽ H എന്ന് പറഞ്ഞാൽ 8 മൈൻഡിൽ വരണം. അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കണം. എന്നാലേ നമുക്ക് സ്പീഡിൽ കോഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യുക. മൈൻഡിൽ റീകോൾ ചെയ്ത് നോക്കുക. എനിക്ക് കിട്ടുന്നുണ്ടോ, ഈ ലെറ്റർ പറയുമ്പോൾ നമ്പർ ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതറിഞ്ഞാൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഓർത്ത് കുറച്ച് ടൈം അവിടെ പോകും. പിന്നെ ഇതിൻ്റെ കുറച്ച് പാറ്റേൺസ് നോക്കാം. ഇതാണ് സീഡ് കോഡ് 3. അതാണ് ഇവിടെ പറഞ്ഞത്. O15 ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതാണ് O15. അങ്ങനെ നോക്കുകയാണെങ്കിൽ D4, അതായത് പൊസിഷണൽ വാല്യൂ വെച്ച് കോഡ് തന്നിരിക്കുന്നു. ചോദ്യത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് വേറൊരു സംഖ്യ, ഇപ്പോൾ വേറെ എന്തെങ്കിലും ക്യാറ്റാണെങ്കിൽ 3, 1, 20 എന്ന് വരും. T എന്ന് പറയുന്ന രൂപേൻ്റെ കോഡ് A1 അങ്ങനെ തരും. അടുത്തതെന്ന് പറയുന്നത് ഓപ്പോസിറ്റാണ്. HS. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. Hന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെറ്ററാണ് S. അതായത് ABCD വരുന്നു. ഇവിടെ Z നിന്ന് തുടങ്ങുന്നു. ഓപ്പോസിറ്റ് വരുമ്പോൾ അങ്ങനെ വരും. ഇവിടെ Eക്ക് ഓപ്പോസിറ്റ് V വരുന്നു. ആ ഒരു പാറ്റേൺ ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്, ഇതിനും ഒരു കോഡൊക്കെ ഉണ്ട്. എന്തെങ്കിലും കോഡൊക്കെ വെച്ച് നിങ്ങളത് പഠിച്ച് വെക്കുക. ഇപ്പോൾ AZ, AMZ, ആസാദി, BY ബോയ്, CX കോക്സ്, DW ദാവൂദ്, EV എൻവിയോൺമെൻറ്റ്, EV വെഹിക്കിൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ച് തന്നെ വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിഞ്ഞിരുന്നാൽ ഭയങ്കര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എഴുതി നോക്കി കണ്ടുപിടിക്കേണ്ടി വരും. ജസ്റ്റ് ഏതെങ്കിലും കോഡ് വാക്കുകളോ പേരുകളൊക്കെ ഇട്ട് ഈ 2 അക്ഷരങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ ഉള്ളത് ഒരു കോഡ് തന്നിട്ട് തലതിരിച്ച് SMRT സ്മാർട്ട് എന്ന് തലതിരിച്ച് എഴുതിയിട്ടുണ്ടാവും. അതൊരു ടൈപ്പാണ്. പിന്നെ +1, P-നോട് 1 കൂട്ടിയാൽ Q വരും. അതായത് P എന്ന് പറയുന്നത് 16 Q എന്ന് പറയുന്നത് 17 പൊസിഷണൽ വാല്യൂ പ്രകാരം. എന്നിട്ട് Aയിൽ നിന്ന് 1 കുറച്ചിരിക്കുന്നു. T-നോട് 1 കൂട്ടിയിരിക്കുന്നു. അതായത് 20 21 ആയിരിക്കുന്നു. ഈ പാറ്റേൺ വരാറുണ്ട്. +1 -1 +1 -1. പിന്നെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ജസ്റ്റ് കൂട്ടിയിരിക്കുന്നു. L 12, N 14, +2 15, 17, +2 പാറ്റേൺ ആണത്. നമുക്ക് ആദ്യത്തെ ആ ടേബിൾ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
ഇല്ലെങ്കിലും എഴുതി കണ്ടുപിടിക്കാം. അറിയാമെങ്കിൽ കുറച്ച് സ്പീഡിൽ ചെയ്യാമെന്ന് മാത്രം. പിന്നെ കോഡിങ്ങിലെ വേറൊരു പാറ്റേൺ ആണ് 6 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 18 1. ഇവിടെ ഓപ്പോസിറ്റ് ലെറ്ററാണ്, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കില്ല, ഇത് നോക്കണ്ട. ഓരോ ലെറ്ററും കൂട്ടുക, എത്ര വരും? 39 വരുന്നു എങ്കിൽ മാറ്റ് എന്നുള്ളത് 39. റാറ്റ് എന്ന് പറയുന്നത് 39 ആണെങ്കിൽ മാറ്റ് ഇതും ഓപ്പോസിറ്റാണ്. അതായത് എമ്മിന് പകരം എന്നിൻ്റെ കോഡും എക്ക് പകരം ഇസഡിൻ്റെ കോഡും അങ്ങനെയാണ്. ഇത് നോക്കണ്ട, ഇത്ര കോംപ്ലിക്കേറ്റഡ് ചോദിക്കാറില്ല. മാറ്റ് എങ്ങനെ എഴുതും? 13 1 എയുടേത് 20. അപ്പോൾ 14 34 വരുന്നു. ഇത് ചോദിക്കാറുണ്ട്. പിന്നെ ഒരു വലിയൊരു വാക്ക് തന്നിട്ട് അതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ തരാറുണ്ട്. സെൻറ്ററിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രോസ് ചെയ്യുന്നു. പിന്നെ മിസ്സിംഗ് സീരീസ്, ഈ മിസ്സിംഗ് സീരീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വർഷം ചോദിച്ചതാണ്. അതുകൊണ്ട് ഇതേ പാറ്റേൺ വരാൻ ചാൻസ് ഉണ്ട്. അതിൽ തന്നെ ഈ പാറ്റേൺ ഒട്ടുമിക്ക പരീക്ഷകൾക്കും ഇപ്പോൾ ചോദിച്ച് കാണാറുണ്ട്. ഫിബൊനാച്ചി സീരീസ് എന്ന് പറയും. അതായത് ഒന്നുമില്ല, പേരൊന്നും നോക്കണ്ട. ആദ്യത്തെ 2 പദങ്ങൾ തമ്മിൽ കൂട്ടിയിട്ടാണ് 3ാമത്തെ പദം, അടുത്ത 2 പദങ്ങൾ കൂട്ടിയിട്ടാണ് 4ാമത്തെ പദം. അങ്ങനെ ഓരോന്ന് കൂട്ടിയാൽ അടുത്ത ടേം ഏത് വരും? അടുത്ത ടേം കിട്ടാൻ 8ഉം 13ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 21 ആയിരിക്കും അടുത്ത ടേം. ഈസിയാണ്. അടുത്തത് സിമ്പിളാണ്. 6 × 2 × 3 × 4 അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈം × 5 ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ടൈം കിട്ടും. അതേപോലെ തന്നെ അടുത്ത് നോക്കാം. 1 2 1 × 1 + 1 ഇവിടെ. 1 × 1 + 1 2 × 2 + 1 5 വരുന്നു. 5ൻ്റെ ഒപ്പം 3 5 × 3 + 1 16 ആയി. 16 × 4 + 1 16 × 4 + 1 65. 65 × 5 + 1 ആണ് അടുത്ത സംഖ്യ ഇവിടെ വരാൻ പോകുന്നത്. അടുത്ത് നോക്കാം. 3 വ്യത്യാസം 4 5 6 വ്യത്യാസം വരുന്നു, 28 ആയിരിക്കും. അടുത്ത് നോക്കുകയാണെങ്കിൽ 4 6 8 10 ആണെങ്കിൽ 12 42 ആയിരിക്കും അടുത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളുമാണ്. അടുത്ത് നോക്കാം. ഒരു സീരീസിൻ്റെ തുക, ആദ്യത്തെ n നാച്ചുറൽ സംഖ്യകളുടെ തുക n × n + 1/2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 ഫോർമുലകളും ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി അനുസരിച്ച് ഈസി എക്സാം ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആദ്യത്തെ ഇതൊക്കെ ആയിരിക്കും. കുറച്ച് ടഫൊക്കെ ആണെങ്കിൽ ക്യൂബ് തന്നെ ചോദിച്ച് കളയാം. സ്ക്വയറുകളാണെങ്കിൽ n × n + 1 2n + 1 /6 ആണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടേത് n² വളരെ ഈസി ഇക്വേഷനാണ്. n². ഇവൻ ആണെങ്കിൽ ഓഡ് നമ്പറിന് പകരം ഇവൻ ആണെങ്കിൽ n × n + 1, അതായത് ഇതിൻ്റെ ആദ്യത്തെ മുകളിലത്തെ ടേം മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഇരട്ട സംഖ്യകളുടെ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേ പറ്റൂ. അടുത്തത് നമ്മളുടെ a + b² a - b² a + b × a - b². ഇതെല്ലാം ബേസിക് ഇക്വേഷനാണ്, മസ്റ്റായിട്ട് പഠിച്ചേ പറ്റൂ. ഇത് ജസ്റ്റ് നോക്കി വെക്കുക, ചോദിച്ചു കണ്ടിട്ടില്ല. അടുത്തത് ഈ 2 ഇക്വേഷൻ, ഇത് പഠിച്ചില്ലെങ്കിലും ഇത് പഠിക്കുക. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷ്യോ ആയിട്ട് തരും, ഇത് മുകളിൽ തരും. a + b × ഈ ടേം തന്നിട്ട് അടിയിൽ a + b ഈ ടേം തന്നെയോ a² ab + b² വന്നിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. രണ്ടും വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. വളരെ ഈസിയാണ്. ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. PYQs നോക്കിയാൽ കാണാൻ പറ്റും, ഇതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. ഇക്വേഷൻ അറിഞ്ഞാൽ ഈസിയാണ്. അപ്പോൾ ഇത് രണ്ടും പഠിക്കുക.
പിന്നെ ഒന്നാണ് റെയറായിട്ട് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ് മീൻ പ്രപ്പോർഷൻ. രണ്ട് സംഖ്യകൾ എ ബി എന്ന് തന്നിട്ടുണ്ടാവും, നമുക്ക് അതിൻ്റെ മീൻ പ്രപ്പോർഷൻ ചോദിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ല, റൂട്ട് എ ബി ആണ്. ആ സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് കണ്ടാൽ മതി. പിന്നെ തേർഡ് പ്രപ്പോർഷൻ കാണുകയാണെങ്കിൽ ബി സ്ക്വയർ ബൈ എ, അതായത് രണ്ട് സംഖ്യകളുടെ തേർഡ് പ്രപ്പോർഷൻ കാണാം. തേർഡ് പ്രപ്പോർഷൻ വളരെ ഈസിയാണ്. ഈ ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. A:B എന്ന് വന്നിട്ട് B:C. ഈ C കാണാനാണ് തേർഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. എന്ത് ചെയ്യാം? A/B, B/C. C കാണാനായിട്ട് സീനെ അങ്ങോട്ട് കൊണ്ടുപോയി ബീനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ B² ബൈ A എന്ന് വരും. C അത് ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മീൻ പ്രപ്പോർഷൻ റൂട്ട് AB എന്നുള്ളത് പഠിച്ചു വെക്കുക. അടുത്തത് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ് 1/x + x എന്ന് തന്നിട്ട് ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ സ്ക്വയറിൻ്റെ വാല്യൂ ചോദിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ P² സ്ക്വയർ ചെയ്തിട്ട് പ്ലസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഇവിടെ നടുക്ക് പ്ലസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക. ഓർത്ത് വെക്കുക, സൈൻ മാറിപ്പോകരുത്. ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ് A+B² A-B² എക്സ്പാൻഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടിയില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും, പക്ഷേ അത് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ ഈ ഫോർമാറ്റ് ഓർത്ത് വെക്കുക. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യൂബിക്കൽ ഇക്വേഷൻ വരും. അതായത് ഇവിടെ P² -2 P² + 2 ആയിരുന്നു. ഇവിടെ എങ്ങനെ വരും? P² - 3P P³ + 3P വരുന്നു. വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. അതായത് x + 1/x വന്നിട്ട് x - 1/x, ജസ്റ്റ് സ്ക്വയറും ക്യൂബൊന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ചിഹ്നം മാത്രം മാറ്റി തന്നാൽ എന്ത് ചെയ്യണം? ഈ പിയുടെ സ്ക്വയർ കണ്ടിട്ട് അതിൽ നിന്ന് 4 കുറച്ചാൽ മതി. മൈനസ് ആണെങ്കിൽ നടുക്ക് മൈനസ്, പ്ലസ് ആണെന്ന് ചോദിക്കുന്നതെങ്കിൽ നടുക്ക് പ്ലസ് എന്ന് ഓർത്ത് വെക്കുക. വേറെ ഒന്നും ഓർക്കണ്ട. ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ സൈൻ നോക്കണ്ട, നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്താണോ അതിൻ്റെ സൈൻ തന്നെ ഈ റൂട്ടിൻ്റെ അകത്ത് വരുന്ന ഓർത്ത് വെക്കുക. സ്ക്വയറും ക്യൂബും ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് സൈൻ മാത്രം ചോദിക്കും. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ്. ഇതല്ലാതെയും കുറച്ചുകൂടെ ഫാക്ട്സുകളൊക്കെ ഉണ്ട്. മാക്സിമം ഇനി PYQ ചെയ്യാൻ നോക്കുക. അങ്ങനെ തന്നെ അതൊക്കെ കവറായിക്കോളും. പ്രത്യേകിച്ച് AP ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.